അങ്ങനല്ല നമ്മളെ ഇത് പറയുന്ന ഈ ഒരു ചെറിയൊരു മുറിവിൻ്റെ പേരിൽ ഒരു ചെറിയ ഒരു 2 സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു മുറിവിൻ്റെ ഇതിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു മെഡിക്കൽ എന്താ പറയുക, ഒരു ഡോക്ടർ 1000 ഒരാൾക്ക് പറ്റുന്ന സംഭവം, അൺപ്രിഡിക്റ്റബിൾ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇത് തള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ഒരു കുട്ടിക്കും ഉണ്ടാകാൻ പാടില്ല. അവർ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി? അവരെ ബിസിനസ് താല്പര്യങ്ങളാണോ, അവരെ എന്ത് താല്പര്യങ്ങളാണ് ഇങ്ങനെ ഒരു ഈ സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി എന്താണ് അവർ അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ഒരു ചെറിയൊരു മുറിവിന് പോലും പോകുന്ന ഒരു ഇതിൽ നമ്മൾ ബേബി മെമ്മോറിയലൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ഏറ്റവും ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഒരു മാതമംഗലം ആശുപത്രിയിൽ പോലും 2 സ്റ്റിച്ച് ഇടണം. അവർ കുട്ടി ആയതുകൊണ്ട് നമ്മൾ മാതമംഗലം ബേബി പയ്യനൊരു ഹയർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ബേബി മെമ്മോറിയൽ ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിനെ അവരെ ബിസിനസ് താല്പര്യങ്ങളും മറ്റും കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു മുറിവ് കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് എത്തുന്നത് ഒരു തരത്തിലും നമുക്ക് ഒരു മനുഷ്യത്വരഹിതം തന്നെയാണ് പറയേണ്ട. അതിനെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ചെറിയൊരു എല്ലാവർക്കും കുട്ടികളാകുമ്പം താടിക്ക് വികുന്നതും മുറിയുന്നതും ഒക്കെ സാധാരണയാണ്. അതും ഈ കുട്ടിയുടേത് ഒരു 1-2 സ്റ്റിച്ച് മതിയാവും എന്നാണ് മാതാമംഗലത്തെ ആദ്യം പോയ ഹോസ്പിറ്റലിലെ ഡോക്ടർ പോലും പറഞ്ഞത്. അവിടെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കി ഇത്രയും ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് എത്തിയതിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത് നമുക്കറിയണം. അതിന് അവിടെ ഈ അനസ്തേഷ്യ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയ ഡോക്ടർ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഉണ്ടായ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ, അതൊക്കെ പുറത്തു വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത് മാനേജ്മെൻ്റ് ആയാലും അവരെല്ലാവരും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഒതുക്കി തീർത്താൽ നാളെയും ഇത് ആവർത്തിക്കും. ഇത് നമുക്ക് മനസ്സിലാവും. നമ്മളെ വാർത്താ ചാനലുകൾക്കൊക്കെ ഇന്നലെ വരുന്ന അടിയിലെ കമൻറ്റ് വായിച്ചാൽ അവിടെ ഉണ്ടായിട്ടുള്ള പൂർവ്വകാല വീഴ്ചകളും അവരെങ്ങനെയാണ് എന്താണ് അവിടുത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാവും. അത് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇത് എത്രത്തോളം മെഡിക്കലി എത്രത്തോളം നമുക്ക് ഇതിനെ ഇത്രയും വലിയ ലോബിയോട് ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ഇതിൻ്റെ അവസാനം വരെ ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഇതിൻ്റെ ഈ കുട്ടിക്ക് നീതി ലഭിക്കുന്നത് വരെ അവസാനം വരെ പോരാടണം തന്നെയാണ് നമ്മളെ നമ്മളിപ്പം പയ്യന്നൂർ DYSPക്കാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല. അതിൽ നീതിയുക്തമായ അന്വേഷണം നടക്കും എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും നമുക്ക് അറിയാം ഒരു ഉന്നതതലത്തിലെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ബലമായ സംശയമുണ്ട്. അത് നമ്മളിപ്പോൾ ഒരു ഡോക്ടർക്കെതിരെ മാത്രമാണ് FIR വന്നിട്ടുള്ളത്. അത് മാനേജ്മെൻറ്റ് മൊത്തം ഈ എല്ലാ ഡോക്ടർമാർക്കെതിരെയും അവിടെ ഉണ്ടായ മറ്റു ഡോക്ടർമാർക്ക് ഇത് അനസ്തേഷ്യ കൊടുത്ത ഡോക്ടർ എന്ന് പറയുന്നത് കൊടുക്കുമ്പം വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് മെഡിക്കൽ ഇതാണ്. നമ്മളിപ്പം മറ്റ് ഡോക്ടർമാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു 3 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്ക് ഇത്ര ഒരു ചെറിയൊരു മുറിവിന് ഒരിക്കലും അനസ്തേഷ്യ ആരും സജസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി കേൾക്കുന്നുണ്ട്. അതൊക്കെ പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ല, ഒരിക്കലും അല്ല. ഇത് ഒരു അനസ്തേഷ്യ കൊടുത്ത ഒരു ഡോക്ടർ മാത്രം വന്ന വീഴ്ചയല്ല. ഇത് ആ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. എന്തുകൊണ്ട് അത് ഒരു ചെറിയൊരു മുറിവ് പോലുമായിട്ട് പോകുന്ന കുട്ടിയെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ചികിത്സാ രീതികൾ കൊണ്ടുപോകുന്നുള്ള എന്താണ് അനസ്തേഷ്യ കൊടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു, അത് സജസ്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ എന്തായിരുന്നു, അതൊക്കെ തീർച്ചയായും വേണം. ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. കൊണ്ടുപോകും. അതിനുശേഷം ആലോചിച്ചിട്ട് പറയാം.